സാധാരണ നിലക്ക് ഒരു മുഖ്യമന്ത്രി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ വസ്തുതകളായിരിക്കണം. ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് നാടെപ്പോഴും പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ആധികാരികമായ വാക്കുകളാണ്. അപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നിർഭാഗ്യവശാൽ ആ പത്രസമ്മേളനത്തിൽ തന്നെ ഒന്നിലധികം കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടവ വസ്തുതകൾക്ക് നിരക്കാത്തതായി അദ്ദേഹം അവതരിപ്പിക്കുന്നതായി കണ്ടു. ചിലപ്പോൾ ചില കാര്യങ്ങൾ അറിയാതെ പറഞ്ഞു പോയി എന്ന് വരാം. ഇത് അങ്ങനെയല്ല. ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി തന്നെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുകയായിരുന്നു. ഒന്നാമത്തെ കാര്യം, എന്നെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ ആരോപണം ഞാൻ വർഗീയത പരത്തുകയാണെന്ന്. ഇത് ഇപ്പോൾ ഉയർന്നു വന്ന വഖഫ് ബോർഡ് വിഷയത്തിൽ ഞാനെടുത്ത നിലപാടുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത്. ആരോപണം എന്തടിസ്ഥാനത്തിലാണ് അത് വ്യക്തമാക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. ഇവിടെ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുക എന്ന നിലപാട് BJPയുടേതാണ്. BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമഭേദഗതിയാണ്. ആ നിയമഭേദഗതി BJP ഇതര ഗവൺമെൻറ് എന്ന നിലക്ക് ആദ്യമായി അംഗീകരിക്കുന്ന ഒരു സംസ്ഥാനമായാണ് കേരളത്തെ ഇപ്പോൾ UDF സർക്കാർ മാറ്റുന്നത്. അതായത് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമഭേദഗതി അംഗീകരിച്ച് ഇവിടെ ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കുകയാണ് UDF സർക്കാർ ചെയ്തത്. ഇത് കൃത്യമായ വ്യക്തമായ സംഘപരിവാർ സേവയാണ്. അത് പൂർണ്ണമായി തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോഴാണ് അദ്ദേഹം നിലവിട്ട് സംസാരിക്കുന്ന നില വന്നിട്ടുള്ളത്. ഇവിടെ എന്നെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ കാലത്ത് ഞാൻ സ്വീകരിച്ച നിലപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി വെച്ച് പരിശോധിക്കണമല്ലോ. ഇവിടെ LDF സർക്കാരുകൾ എല്ലാ മതവിഭാഗങ്ങൾക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യമാണ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. നേരത്തെ മുഖ്യമന്ത്രി നിലയിൽ പ്രവർത്തിക്കുമ്പോഴും അതേ നിലപാട് തന്നെയാണ് ഞാനും സ്വീകരിച്ചിട്ടുള്ളത്.
ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഞാൻ തുടരുന്നത്. അതിൽ അണുകിട വ്യത്യാസം വരുത്തിയിട്ടില്ല. ഓരോ വിഭാഗത്തിൻ്റെയും മതസ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും പരിപാലിക്കുന്നതിനും അതത് വിഭാഗങ്ങളിൽപ്പെട്ടവർ ഉൾക്കൊള്ളുന്ന ഭരണസമിതികളാണ് കാലാകാലങ്ങളായി പ്രവർത്തിച്ചു വരുന്നത്. ഇപ്പോൾ വഖഫിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ 1913 ബ്രിട്ടീഷ് ഭരണകാലമാണല്ലോ. വഖഫുകൾക്ക് നിയമപരമായി അംഗീകാരം നൽകുന്ന ആദ്യ നിയമം വരുന്നത്. പിന്നീട് അതിൽ പരിഷ്കാരങ്ങൾ വന്നിട്ടുണ്ട്. 1923, 1954, 1955 വഖഫ് നിയമങ്ങൾ പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോഴൊന്നും വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര വിഭാഗങ്ങളിലുള്ളവരെ അംഗങ്ങളാക്കിയിട്ടില്ല. അപ്പോൾ ഒരു നൂറ്റാണ്ടിലേറെ തുടർന്നു വരുന്ന സമ്പ്രദായം അതാണ് BJP സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മാറ്റാൻ നിയമഭേദഗതി കൊണ്ടുവന്നത്. അമുസ്ലിങ്ങളെ കൂടി ബോർഡിൽ തിരികെ കയറ്റാനുള്ള ഭേദഗതിയാണ് അവർ കൊണ്ടുവന്നത്. അതിന് പുറകിലുള്ള സ്ഥാപിത താല്പര്യം വ്യക്തമാണ്. അതിനോട് വിയോജിക്കുക എന്നത് വർഗീയവാദം പ്രചരിപ്പിക്കലാണോ? എന്നാൽ കാണേണ്ട കാര്യം, അതിനോട് യോജിച്ചു പോകൽ സംഘപരിവാർ അജണ്ടക്ക് മുൻപിലുള്ള നഗ്നമായ കീഴടങ്ങലല്ലേ? അങ്ങനെ വിയോജിക്കുന്നവരെ BJPക്കാർ അധിക്ഷേപിക്കുന്ന നമുക്ക് മനസ്സിലാവും. കാരണം അവരുടെ നിലപാട് വർഗീയ നിലപാടാണ്. എന്നാൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി BJPയുടെ നിലപാട് സ്വീകരിക്കാൻ പാടുണ്ടോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വഖഫ് ബോർഡുകളിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്ന ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ അതിനെതിരെ സ്വാഭാവികമായ ശക്തമായ എതിർപ്പ് ഉയർന്നു വന്നിരുന്നു. ഒരു മതവിഭാഗത്തിൻ്റെയും പ്രശ്നങ്ങളിൽ ഇത്തരമൊരു സമീപനം സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയായിരുന്നു. അതായത് ഒരു മതവിഭാഗത്തിനെതിരെയും ഇത്തരമൊരു കടന്നുകയറ്റം പാടില്ല എന്ന മതനിരപേക്ഷ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്താകെ ആ എതിർപ്പ് ഉയർന്നു വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ആ കാലത്ത് നിയമസഭ ഏകണ്ഠമായി ഈ നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയത്. അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ നിയമിക്കണം എന്ന തരത്തിലുള്ള നിയമ ഭേദഗതി അതേപോലെ
അംഗീകരിച്ച് നടപ്പാക്കുകയല്ല അന്ന് കേരളത്തിലെ LDF സർക്കാർ ചെയ്തത്. അതിനെതിരെ ആകാവുന്ന എല്ലാ പോരാട്ടങ്ങളും നടത്തുക. അതിൽ ഒരു പ്രശ്നം വരുന്നത് വഖഫ് ബോർഡിൻ്റെ ഘടന പുനഃസംഘടനയുടെ പ്രശ്നം വന്നു. ആ ഘട്ടത്തിൽ ഈ പറയുന്ന അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുനഃസംഘടനയല്ല LDF സർക്കാർ നടത്തിയത്. 2 സീറ്റ് ഒഴിച്ചിട്ടു. കാരണം നിയമം പാസ്സായി കഴിഞ്ഞിട്ടുണ്ട്. ആ 2 പേരെ അമുസ്ലിങ്ങളായവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബോർഡ് പുനഃസംഘടിപ്പിച്ചാൽ BJPയുടെ നിലപാട് അംഗീകരിക്കലായി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമ ഭേദഗതി അംഗീകരിക്കലായി. പക്ഷേ ആ നിയമ ഭേദഗതി വന്ന ഘട്ടത്തിൽ തന്നെ അതിനെതിരെയുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. തുടർന്ന് നിയമസഭ ഏകണ്ഠമായ നിലപാടെടുത്തു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ആ 2 സീറ്റ് ഒഴിച്ചിട്ടുകൊണ്ടുള്ള പുനഃസംഘടന നടത്തിയത്. ഇത് 2026 ഫെബ്രുവരിയിലായിരുന്നു. അപ്പോൾ പുതിയ നിയമവുമായി യോജിച്ചു പോകുന്ന നിലപാടല്ല LDF സർക്കാർ സ്വീകരിച്ചത്. യോജിച്ചു പോവുകയായിരുന്നുവെങ്കിൽ അമുസ്ലിങ്ങളെ കൂടി അംഗങ്ങളായി നിയമിക്കണമായിരുന്നു. അത് LDFന് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. മാത്രമല്ല, കേവലമായ ഇത്തരത്തിലൊരു പുനഃസംഘടന മാത്രമല്ല നടത്തിയത്. ഈ പാസാക്കിയ നിയമത്തിനെതിരെ നീങ്ങാൻ സർക്കാർ തലത്തിലാകാവുന്നത് എന്താണ്? നിയമപരമായി അതിനെ ചോദ്യം ചെയ്യലാണ്. അതുകൊണ്ടാണ് അതിനെതിരായ നിയമ പോരാട്ടം സർക്കാർ ഏറ്റെടുത്തത്.